1963 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെനഡി ഒരു തുറന്ന കാറിൽ 1000-ഓളം അമേരിക്കക്കാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ടെക്സസിലെ ഡാലസ് എന്ന സ്ട്രീറ്റിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ബിൽഡിംഗിൽ നിന്നും വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വന്ന് ആദ്യത്തേത് കെനഡിയുടെ തൊണ്ടയിലും രണ്ടാമത്തേത് നെറ്റിയിലും തുളച്ചു കയറിയത്. ഉടൻ തന്നെ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുവന്നിരുന്ന കാർ ചീറിപ്പാഞ്ഞുകൊണ്ട് പാർക്ക് ലെയ്ൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് എത്തി. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, കുറച്ചു സമയം കഴിഞ്ഞ് ആ അമേരിക്കൻ പ്രസിഡന്റിന്റെ മരണം ഈ ലോകത്തോട് ഡിക്ലെയർ ചെയ്യുകയാണ് ഉണ്ടായത്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ടെക്സസ് സ്കൂൾ ബുക്ക് ഡെപ്പോസിറ്ററി ബിൽഡിംഗിൽ നിന്നും ലീ ഹാർവി ഓസ്വാൾഡ് എന്ന പഴയ US മറൈൻ ഷാർപ്പ് ഷൂട്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ക്ലെയിം ചെയ്യുന്നത് ഇത് ഓസ്വാൾഡ് ഒറ്റയ്ക്ക് ചെയ്ത ഒരു കൊലപാതകമാണെന്നാണ്. എന്നാൽ 2 ദിവസത്തിന് ശേഷം പോലീസ് ഓസ്വാൾഡിനെ ട്രയലിനായി കൊണ്ടുവന്നപ്പോൾ ലോകം മുഴുവൻ ഇത് ലൈവായി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ജാക്ക് റൂബി എന്ന പേരുള്ള മറ്റൊരാൾ ഓസ്വാൾഡിനെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അമേരിക്കയെ ഒരുപോലെ ഞെട്ടിക്കുകയും നാണം കെടുത്തുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ഇത്. ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ എന്തിന് വധിച്ചുവെന്നും ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ പ്രതിയായ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തന്നെ മറ്റൊരാൾ വെടിവെച്ച് കൊന്ന ഒരു മിസ്റ്ററിയായി മാറിക്കഴിഞ്ഞിരുന്നു ഈ സംഭവം.